ഹലോ ഗൈസ്, ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലോകം മുഴുവൻ കൊറോണ ഭീതിയിൽ കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ സേഫ്റ്റിക്കായി ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. നമുക്കരികിൽ കോവിഡ് രോഗികളുണ്ടോ അല്ലെങ്കിൽ കോവിഡ് രോഗികളുള്ള പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ആരോഗ്യ സേതു എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണിത്. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്. ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒരേപോലെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, നമുക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് മലയാളം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായും വായിക്കേണ്ടത് തന്നെയാണ്. കാണിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്ത്, ഡാറ്റ, ലൊക്കേഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. എല്ലാം അലോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാനിപ്പോൾ എൻ്റെ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആ നമ്പർ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുകയാണ്. നമ്പർ ടൈപ്പ് ചെയ്യുന്നു. OTP വന്നിട്ടുണ്ട്. ആ OTP ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആരോഗ്യ സേതു ആപ്പിൻ്റെ മെയിൻ പേജിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പേജിലേക്കായിരിക്കും ഡയറക്റ്റ് പോകുന്നത്. അതിനുശേഷമേ ഈ ഹോം പേജിലേക്ക് വരികയുള്ളൂ. ഞാൻ എന്തായാലും സർവേ ഒന്നുകൂടെ ചെയ്യുകയാണ്. ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ ഉത്തരം തന്നെ നൽകേണ്ടതാണ്. അവർ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകി കഴിയുമ്പോൾ അവരൊരു റിസൾട്ട് നമുക്ക് തരുന്നതാണ്. എനിക്ക് അണുബാധയുടെ സാധ്യത കുറവാണ്. നോവൽ കൊറോണ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ നിങ്ങൾ വീട്ടിൽ തന്നെ തുടരാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിസൾട്ട് അവർ തരുന്നുണ്ട്. ഓക്കെ, നമുക്കതിന് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാം. കൊറോണ പോസിറ്റീവായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ കൊറോണ ബാധിതരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാളോ നമ്മുടെ പരിസരത്ത് കൂടി പോവുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ GPS മുഖാന്തരം നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും.
മുകളിൽ കാണുന്ന മീഡിയ എന്ന മെനു സെലക്ട് ചെയ്യുമ്പോൾ കൊറോണ വൈറസിനെ കുറിച്ചും ഈ ആപ്ലിക്കേഷനെ കുറിച്ചും കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുമൊക്കെയുള്ള കുറേ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. കോവിഡ് അപ്ഡേറ്റ്സ് എന്ന ഈ മെനു നമ്മുടെ രാജ്യത്ത് കൃത്യം എത്ര പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്, എത്ര പേർ സുഖപ്പെട്ടു, എത്ര പേർ മരണപ്പെട്ടു എന്നൊക്കെയുള്ള വളരെ കൃത്യമായ സംഖ്യ കാണിക്കുന്നതായിരിക്കും. നിർബന്ധമായും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. പല കൂട്ടുകാർക്കും ഈ ആപ്ലിക്കേഷനെ പറ്റി ഒരു അറിവും ഉണ്ടായിരിക്കില്ല. അവർക്ക് നിങ്ങൾ പരമാവധി ഈ ആപ്ലിക്കേഷനെ പറ്റി ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.